നമസ്കാരം കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി റബ്ബറിൻ്റെ വില അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക മറ്റ് ഗ്രൂപ്പുകളിലേക്ക്. ഇന്നത്തെ അതായത് 26/2/2025 റബ്ബർ വില നോക്കുമ്പോൾ കേരളത്തിൽ റബ്ബർ വില കൂടി, വിദേശത്തും കൂടി. കോട്ടയം റബ്ബർ വില നോക്കുമ്പോൾ RSS-4 192, RSS-5 188, ISS 180, ലാറ്റക്സ് 136 50 പൈസയും. കൊച്ചി വില നോക്കുമ്പോൾ RSS-4 192, RSS-5 188. RSS-4 RSS-5 50 പൈസ വെച്ചാണ് കൂടിയിരിക്കുന്നത്. മറ്റ് റബ്ബർ നോക്കുമ്പോൾ ലൂസ് 182, ലോട്ട് 171 മുതൽ 176, ഫീൽഡ് ലാറ്റക്സ് 189. അങ്ങനെയാണ് തോന്നുന്നത്. വിദേശത്ത് കിൻഡലിന് 113 രൂപയാണ് കൂടിയിരിക്കുന്നത്. അങ്ങനെ കോട്ടയത്ത് വ്യാപാരി വില നോക്കുമ്പോൾ RSS-4 184, RSS-5 180, ISS 167 മുതൽ 168 വരെ. 70% ഒട്ടുപാൽ DRC 70% ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് 114 മുതൽ 124 വരെ കിട്ടും. 50 പൈസയാണ് ഇന്നത്തെ വില നോക്കുമ്പോൾ കൂടിയിരിക്കുന്നത്. മറ്റ് വിലകൾ നോക്കുമ്പോൾ കുരുമുളക് ഗാർബിൾഡ് 672, അൺഗാർബിൾഡ് 652, പുതിയത് 642. സ്വർണ്ണ വിലയും വർദ്ധിച്ചിരിക്കുന്നു. ഒരു പവൻ്റെ മുകളിൽ 160 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ 22 ക്യാരറ്റ് 875, ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ 64,600 ആണ് ഓടുന്നത്. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 8,809, ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ 70,472 നടക്കുന്നത്. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ റബ്ബർ വിലയിലും കർഷകർക്ക് നിരാശ തന്നെ. കാരണം സ്വർണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് റബ്ബറിൻ്റെ വിലയും കൂടുന്നില്ല. അങ്ങനെ കർഷകർ നിരാശയിൽ പെട്ടിരിക്കുകയാണ്. 200 ഇപ്പോൾ കടക്കുമെന്ന ചിന്തയിലാണ് ഓരോ കർഷകരും. റബ്ബർ വില ഒന്ന് അനങ്ങി കയറ്റത്തിലോട്ട് പോയാൽ ഭൂമിയുടെ വിലയും അതിന് ആനുപാതികമായി കൂടുന്നതായിരിക്കും. എന്ത് ചെയ്യാനാണ്? ഇതോടുകൂടി എല്ലാം സ്തംഭിച്ച മട്ടിലാണ്. റബ്ബറിൻ്റെ വിലയില്ലാതെ കർഷകരും വളരെ നിരാശയിലാണ്. ഇത്രയും ചൂട് കൂടിയിട്ടും ഉൽപ്പാദനം കുറഞ്ഞിട്ടും റബ്ബറിൻ്റെ വില കൂടാത്തത് വളരെ ദുഃഖകരം തന്നെയാണ്. ഈ വീഡിയോ ഇത്രയും സമയം കണ്ടതിൽ വളരെയധികം നന്ദി. ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു.